ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ കുട്ടി വ്ളോഗ്സ്. ഇന്ന് കുറച്ച് വെട്ടം ഉണ്ടായിരുന്നു, അത് പ്രതീക്ഷിച്ച് വന്നാണ്. പക്ഷേ അയർലൻഡ് വെതർ വീണ്ടും നമ്മളെ ചതിച്ചിരിക്കുകയാണ്. കാരണം മിനിറ്റിനാണ് വെതർ മാറുന്നത്. ഇപ്പം നല്ല വെയിലുമുണ്ട്, നല്ല കാറ്റുമുണ്ട്. അത് കൂടാതെ എന്താ പറയുന്നത്, മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്, ഒത്തിരി പേര് എനിക്ക് ചോദിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ഇപ്പം ജോയിൻറ്റ് ഫാമിലി വിസ എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നതെന്ന്. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ആണ് ആദ്യം ഉദ്ദേശിച്ചത്. പിന്നീട് ഞാൻ ഓർത്തു യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പം കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കുമല്ലോ. അപ്പം നമുക്കധികം താമസിക്കാതെ വീഡിയോയിലേക്ക് കയറാം. ഓക്കെ, ഞാൻ നിങ്ങളോട് ഇപ്പം അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. അതായത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റ് ഫാമിലി വിസയ്ക്ക് ഏകദേശം 90 വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോർമലി ഒരു 2 months, ഇപ്പം എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് 2 months എടുത്തത്. അതായത് ഏകദേശം ഒരു 55 days ആണ് എനിക്ക് ടോട്ടൽ എടുത്തത് വിസ കിട്ടാൻ വേണ്ടി. ഓക്കെ, പക്ഷേ അതല്ല ഇപ്പോഴത്തെ സ്ഥിതി. ഓക്കെ, ഇപ്പം കാലതാമസം കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേനും എനിക്കറിയാൻ സാധിച്ചത് നമ്മുടെ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സിങ് എല്ലാം ഇപ്പം 6 to 12 months ആണ് പ്രോസസ്സിങ് ടൈം കാണിക്കുന്നത്. അപ്പം അതിനുള്ളിൽ കിട്ടിയവരുണ്ട് റീസെൻ്റായിട്ട്, അതായത് ജൂണിലും ജൂലൈയിലൊക്കെ അതിനുള്ളിൽ കിട്ടിയവരുണ്ട്. ബട്ട് ഇപ്പം വെബ്സൈറ്റിൽ കാണിക്കുന്നത് 6 to 12 months ആണ്. ഈ ഒരു 6 to 12 months എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടൈം ഫ്രെയിമാണ്. കാരണം അവർ റീസെൻ്റായിട്ട് ഇത് കൂട്ടിയതാണ് ഈ ഒരു പ്രോസസ്സിങ് ടൈം. അപ്പം പക്ഷേ അത് ജോയിൻറ്റ് ഫാമിലി വിസയ്ക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയ്ക്കും സ്റ്റഡി വിസയ്ക്കും നമ്മുടെ വിസിറ്റ് വിസയ്ക്കും വർക്ക് വിസയ്ക്കും ഒക്കെ ഇപ്പോഴും 4 to 6 weeks തന്നെയാണ് അവർ വെബ്സൈറ്റിൽ കാണിക്കുന്നത്. അപ്പം ജോയിൻറ്റ് ഫാമിലിക്ക് വിസയ്ക്ക് ഇപ്പം ഈ ഒരു ടൈം ഫ്രെയിം കൂട്ടാൻ കാരണം അവർ കുറച്ചുകൂടെ ഇതായിട്ട് നോക്കുന്നുണ്ട്. അതായത് പേപ്പർ വർക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. കാരണം ഇപ്പം അയർലൻഡ് അടക്കമുള്ള കൺട്രികളിൽ ഇമിഗ്രേഷനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വരുന്ന ആൾക്കാർ ഫുള്ളി ലീഗലായിരിക്കണം. അതായത് ഫേക്കായിട്ടുള്ള മാരേജുകൾ, ഇപ്പം UK-യിലും കാനഡയിലും ഒക്കെ ഉണ്ടായ പോലെ ഫേക്കായിട്ടുള്ള ഒരുപാട് മാരേജുകൾ നടത്തി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവർ ഡിവോഴ്സ് ചെയ്ത് പിന്നെ മറ്റ് കല്യാണം കഴിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യങ്ങൾ ഇപ്പം എല്ലാ കൺട്രികളും നോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം വളരെ കാര്യമായിട്ട് നോക്കുന്നത്. ഓക്കെ, ഇപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം UK വിസയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, UK-യിലുള്ള ഡിപ്പെൻഡ് വിസയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു പ്രൂഫായിട്ട് കണ്ടുകൊണ്ട് അവർ അംഗീകരിക്കുമായിരുന്നു. അതൊരു പ്രൂഫായിട്ട് കണ്ടുകൊണ്ട് അവർ വിസ അപ്രൂവ് ചെയ്യുമായിരുന്നു. ബട്ട് ഇപ്പോൾ അതല്ല. UK-യിൽ നമ്മൾ മൾട്ടിപ്പിൾ പ്രൂഫ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അയർലൻഡിൽ ഇപ്പം മൾട്ടിപ്പിൾ പ്രൂഫ്സ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ ഇപ്പം നല്ല സമയം എടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു 6 to 12 months പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ഫെർദർ ഡോക്യുമെൻ്റ് അവർ ചോദിക്കുമോ അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും ഈ ഒരു പ്രോസസ്സ്. അപ്പം ഞാൻ ഒരുപാട് ഇന്ത്യൻസിൻ്റെ ഒരുപാട് ഫോറംസിൽ കയറി നോക്കി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൺസേൺ ഉണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് വിസ കിട്ടുന്നില്ല, ഒരുപാട് ക്വയറീസ് വരുന്നു, റിഫ്യൂസൽസ് വരുന്നു. ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് വന്ന കുറച്ച് വിസ അപ്രൂവൽ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒത്തിരി റിഫ്യൂസൽസ് ഉണ്ട്. പല കാരണങ്ങളാലാണ്. അതിനകത്ത് ചിലത് നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്നവർ കെയർലെസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ പേപ്പർ വർക്ക് സബ്മിറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഓൾറെഡി പേപ്പർ വർക്കിനെ പറ്റി അറിയാമായിരിക്കും, എന്തൊക്കെയാണ് കൊടുക്കുന്നത്. ഏജൻസി വഴി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം എൻ്റെ കേസിന് തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ തന്നെ ചെയ്യുന്നവരുമുണ്ട്. പിന്നെ നിങ്ങൾക്ക് വിസ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഉറപ്പായിട്ടും എന്നോട് ചോദിക്കാം കേട്ടോ. ഒന്നെങ്കിൽ ഞാൻ ചെയ്തു തരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഹെൽപ്പായിട്ട് വേണമെങ്കിൽ ഹെൽപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പേപ്പർ വർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ വ്യക്തമായി നമ്മളുടെ ഭാഗത്തുനിന്ന് കറക്റ്റായിട്ടുള്ള പേപ്പർ വർക്ക് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇപ്പം നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു. അപ്പം മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന്, ഇപ്പം നാട്ടിൽ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ളതുകൊണ്ട്, അല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു
ചർച്ചിൽ നിന്നും ടെമ്പിൾസിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് കൊടുക്കുമ്പം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്നുള്ളതൊക്കെ ആയിരിക്കും. കാരണം അതിൽ നമ്മളുടെ ഫോട്ടോസ് കാണും. അപ്പം ഞാൻ പഞ്ചായത്തിൽ നിന്നുള്ളതാണ് എപ്പോഴും പറയുന്നത്, അതായത് മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൽ നിന്നുള്ളതാണ് പറയുന്നത്. കാരണം അതിൽ ഓൾറെഡി പ്രിൻറ്റഡ് ആയിട്ട് നമ്മുടെ രണ്ടുപേരുടെയും ഫോട്ടോ കാണും, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഫോട്ടോ ഉണ്ടാകും. അപ്പം അത് കുറച്ചും കൂടെ എന്താ പറയുന്നത്, വാലിഡ് പ്രൂഫാണ്. നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൽ ഫോട്ടോസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് രണ്ടാമത് പോയി ഒരു നോട്ടറി കണ്ട് നമ്മൾ ഫോട്ടോസ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ രജിസ്റ്റർ ഓഫീസ് ചെയ്താൽ പോലും ഏതെങ്കിലും ചർച്ചിലോ അമ്പലത്തിലോ പോയി അവിടുന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ച് അത് പഞ്ചായത്തിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുക. അതായിരിക്കും ഞാൻ ഒരു ബെറ്റർ ഓപ്ഷൻ പറയുന്നത്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാരേജ് ഫോട്ടോസ് കൊടുക്കുക. അത് ഉറപ്പായിട്ടും കൊടുക്കണം. നിങ്ങളുടെ മാരേജ് ഫോട്ടോസ് കൊടുക്കുക. അതിപ്പം രജിസ്റ്റർ ഓഫീസിൽ പോയി ചെയ്താൽ പോലും നിങ്ങൾക്ക് അവിടുന്ന് ഫോട്ടോസ് എടുത്ത് കൊടുക്കാമെന്നുള്ളൂ. അപ്പം മാരേജ് ഫോട്ടോസ് കൊടുക്കുക. പിന്നെ അതായത് നിങ്ങൾ ട്രാവൽ ചെയ്ത ടിക്കറ്റുകളോ, നിങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്ത ടിക്കറ്റുകളോ, ഒരുമിച്ച് നടത്തിയ ബുക്കിങ്ങുകളോ, അതിൻ്റെയൊക്കെ പ്രൂഫുകൾ ഉണ്ടായിരിക്കില്ല PDF ആയിട്ട്. അതെല്ലാം നമ്മൾ ഈ ഒരു അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അതൊക്കെ നല്ല പ്രൂഫുകളാണ് കേട്ടോ. അപ്പം അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം പ്രൂഫുകൾ കൊടുക്കുക. പിന്നെ കൊടുക്കുന്ന ഇപ്പം അബ്രോഡ് വർക്ക് ചെയ്യുന്നതാണ് സ്പോസ് എങ്കിൽ അവിടുന്ന് PCC വാങ്ങുമ്പോഴത്തേനും ചിലപ്പം അവിടുത്തെ ഭാഷയിൽ, ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടുത്തെ ഭാഷകളിലാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ലേറ്ററെ കൊണ്ട് തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ നോട്ടറിയുടെ ഒരു കൗണ്ടർ സീലോടെ മേടിക്കുക. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. അങ്ങനെ ഇംഗ്ലീഷ് അല്ലാതെ വേറെ ഏത് ഭാഷയാണെങ്കിലും അതിൽ ചെറിയൊരു കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അത് എന്താ പറയുന്നത്, പ്രോപ്പറായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ് ലിസ്റ്റും അതിൻ്റെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. അറിയത്തില്ല, നിങ്ങൾ ജസ്റ്റ് നമുക്കൊരു അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. കാരണം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നോക്ക് ചെയ്യേണ്ടത്, ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ അഫിഡവിറ്റുകളാണ് കൊടുക്കേണ്ടത്, പിന്നെ എന്താ പറയുന്നത് ഡിക്ലറേഷൻസ് എന്തെങ്കിലും കൊടുക്കണോ, അതൊക്കെ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ. പിന്നെ അടുത്തത് ഈ പ്രോസസ്സിങ് ടൈമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് നിങ്ങൾക്കൊരു ക്വയറിയോ അല്ലെങ്കിൽ ഇതോ വന്നു കഴിഞ്ഞാൽ നിങ്ങളതിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും അത് ഡിലേ ആകും. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഒരു 6 മന്ത് കൊണ്ട് പ്രോസസ്സിങ് ചെയ്യുന്ന ഓർത്തു, അല്ലെങ്കിൽ 4 മന്ത് കൊണ്ട് പ്രോസസ്സിങ് ചെയ്യുന്ന ഓർത്തു. നിങ്ങളതിന് അവരൊരു മെയിൽ അയച്ചു, ഇന്ന കാര്യങ്ങളില്ല, അതൊന്ന് തിരിച്ചറിയണമെന്ന് പറയുക, അതൊന്ന് തരണമെന്ന് അവർ പറയാൻ ഓർത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ മെയിലിന് റിപ്ലൈ അയച്ചു കഴിഞ്ഞാൽ പിന്നെയും ഡിലേ വരും. അപ്പോൾ ആ ഡിലേ വരാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്, എല്ലാം ആദ്യം തന്നെ നോക്കി കറക്റ്റാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കൊടുക്കുക. കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 മന്ത് 2 മന്തൊക്കെ ടൈം ഫ്രെയിം ഉള്ളായിരുന്നു. അപ്പോൾ അത് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പേപ്പറെല്ലാം കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ടെനൻസി അഗ്രിമെൻ്റ് ആണ്. നമ്മൾ ടെനൻസി അഗ്രിമെൻ്റ് കൊടുക്കുമ്പോൾ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളേതിലും എന്താ പറയുന്നത് റൂമിലാണ് ഷെയർ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ റൂമിൻ്റെ എന്താ പറയുന്നത് മീൻസ് ആ വീടിൻ്റെ ഉടമയുടെ ഒരു ലെറ്ററും പിന്നെ അതിൻ്റെ ടെനൻസി അഗ്രിമെൻറ്റും പിന്നെ ഒരു യൂട്ടിലിറ്റി ബില്ലും അവരുടെ യൂട്ടിലിറ്റി ബില്ലും ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുമായിരുന്നു. ബട്ട് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും പകരം നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് എടുക്കുകയോ നിങ്ങളുടെ സ്വന്തം പേരിൽ യൂട്ടിലിറ്റി ബില്ലോ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം അതും ഇപ്പോൾ അവർ നന്നായിട്ട് നോക്കുന്നുണ്ട്, മീൻസ് എമിഗ്രേഷൻ നന്നായിട്ട് നോക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തി, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വീടെടുത്ത് സ്വന്തം പേര് യൂട്ടിലിറ്റി ബില്ല് ഉണ്ടാക്കിയിട്ട് എടുക്കുക. അതായത് കാരണം നമ്മളാണല്ലോ അവരെ സ്പോൺസർ ചെയ്യുന്നത്. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പം കറക്റ്റ് 2 പേരുടെയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പം സ്പോസിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നിങ്ങളുടെ, അതായത് അയർലൻഡിലുള്ള ആരാണോ അവർ എല്ലാ മാസവും ഒരു എമൗണ്ട് സ്പോസിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന് പ്രൂഫ് വേണം. അപ്പം നമ്മളൊരു 3 മാസം ആയിട്ടെങ്കിലും നമ്മളൊരു പൈസ അയച്ചു കൊടുക്കുന്നതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. കാരണം നാട്ടിലുള്ള ആൾ അയർലൻഡിലുള്ള ആളിൽ നിന്ന് ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു പ്രൂഫ് കാണിക്കുന്നത്. അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പേ സ്ലിപ്പ് കൊടുക്കുമ്പോഴത്തേനും മാക്സിമം ഒരു 6 മന്ത് പേ സ്ലിപ്പിൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ പേ സ്ലിപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടുത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേനും, അതായത് നാട്ടിലേക്ക് പൈസ അയക്കുന്ന കാര്യം ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലും കാണണം. അതായത്
നാട്ടിലുള്ള ആളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലും ഇവിടെയുള്ള ആളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലും നമ്മൾ പൈസ അടയ്ക്കുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുള്ള പ്രൂഫ് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കാണണം. അപ്പം അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അതായത് എംപ്ലോയ്മെൻറ്റ് ലെറ്റർ വാങ്ങുമ്പം തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ സാലറി, ആനുവൽ സാലറി, പിന്നെ നിങ്ങൾ എന്നാണ് നിങ്ങളുടെ ജോയിനിങ് ഡേറ്റ്, നിങ്ങൾക്ക് എത്ര അവേഴ്സ് വർക്കിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, അതായത് ആ അഡ്രസ്സും ടെനൻസി അഗ്രിമെൻറ്റിലെ അഡ്രസ്സും സെയിം ആയിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചെറിയ ചെറിയ പോയിൻറ്റുകൾ വിട്ടു പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. അപ്പം ഇത്രയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം ഒത്തിരി പേര് ചോദിച്ചു എന്തൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാരണം ഇതിൻ്റെ ഒരു ഫുള്ളി ആയിട്ടുള്ളൊരു ചെക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ താഴെ കമൻ്റായിട്ട് പറയാം. അപ്പം നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.